തരമാറ്റിലാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നന്ദു ഒടുവിൽ എത്തുകയാണ്. വിവാഹ നിശ്ചയം തടയാനല്ല, പരാതി കിട്ടിയത് അന്വേഷിക്കാനാണ് നന്ദു വരുന്നത് കേട്ടോ. ഇതേ സമയം ഇവിടെ അനാമികയുടെ അച്ഛൻ വേണുവാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അനന്തപുരിക്കാരുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, അവരുടെ കയ്യിൽ നിന്നും അടി വാങ്ങുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണ് നന്ദു അവിടേക്ക് ചെല്ലുന്നത്. നന്ദു അവിടേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട്, ദേ നന്ദുമോള് വന്നിട്ടുണ്ട് നിന്നെയൊക്കെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാനായിട്ട്. നന്ദുമോളെ, ഇവൻ ദേ വീട്ടിൽ കയറി ഗുണ്ടായിസം കാണിക്കുകയാണ് എന്ന് മുത്തശ്ശൻ പറയുന്നു. ഇതേ സമയം മുത്തശ്ശൻ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിങ്ങളെല്ലാവരും ഈ നടത്താൻ പോകുന്ന ചടങ്ങ് നിർത്തിവെച്ചേ മതിയാവുകയുള്ളൂ. അത് വേറെ ഒന്നുകൊണ്ടുമല്ല, എനിക്ക് നിങ്ങളെല്ലാവരും ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഇവരാണ് എനിക്ക് പരാതി തന്നിരിക്കുന്നത്. ഞാനത് അന്വേഷിക്കാനായിട്ട് വന്നതാണ്. അന്വേഷിച്ചപ്പോൾ സത്യം എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. നിങ്ങൾ വേറൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ മിന്നു കെട്ടിയിട്ട് ഇപ്പോൾ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത് ശരിയല്ല അനി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നന്ദു തുടരുന്നു. അതുകൊണ്ട് തന്നെ ഈ നിശ്ചയച്ചടങ്ങ് നിർത്തിവെക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അല്ലെങ്കിൽ അനിയെയും കൊണ്ട് എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവേണ്ടി വരും എന്ന് പറയുന്നു. ഇതേ സമയം ജലജയും അഭിയും പറയുന്നുണ്ട്, ദേ നന്ദു, നിനക്ക് അനിയെ കിട്ടാത്തതിൻ്റെ ദേഷ്യം നീ ആവശ്യമില്ലാതെ തീർക്കരുത് എന്ന് പറയുമ്പോൾ എനിക്ക് യാതൊരു ദേഷ്യമോ വിദ്വേഷമോ പരാതിയോ ഒന്നും തന്നെയില്ല. ഞാൻ ഇതിലിടപെടുന്നത് തന്നെ ഇവർക്ക് വേണ്ടിയാണ്. മര്യാദയ്ക്ക് ഈ വിവാഹ നിശ്ചയം നടക്കാതിരുന്നാൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോകും. അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ അനിയും ഉണ്ടാകും എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം ഇതെവിടുത്തെ നീതിയാണ്? ഇതെന്താ പോലീസുകാർ അവരുടെ പക്ഷത്ത് നിൽക്കുന്നത് എന്ന് ജലജ ചോദിക്കുന്നുണ്ട്. ജാനകിയാണെങ്കിൽ ഇവള് കരുതി കൂട്ടി ഇറങ്ങിയേക്കെന്താ എൻ്റെ മോൻ്റെ ജീവിതം തുലയ്ക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നന്ദുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. നന്ദു അതെല്ലാം കേട്ട് സഹിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം നന്ദു പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് പകയോ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ല. അനിയെ നേടണമെന്ന ആ ആഗ്രഹവുമില്ല. പക്ഷേ ഇത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ തന്നെ നിയമം തെറ്റിക്കുന്നവരെ അത് മനസ്സിലാക്കി നേർവഴിക്ക് നടത്തുകയാണ് എൻ്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം നടക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ നടത്താനായിട്ട് വാശി പിടിക്കുകയാണോ എന്ന് കാണാം. ഒടുവിൽ നന്ദു തിരിച്ചറിയുന്നുണ്ട്, തങ്ങൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായും വിവാഹ നിശ്ചയം നടക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നന്ദു പൂജാരിയോട് പോകാനായിട്ട് പറയുകയാണ്. ഒടുവിൽ പോലീസിൻ്റെ ഉത്തരവ് കാരണം നമ്മുടെ പൂജാരി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ അനിയെ എന്തായാലും സ്റ്റേഷനിൽ വന്ന് ജാമ്യത്തിലെടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നന്ദു പിടിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം എനിക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അനി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നന്ദു, നിനക്കിത് എവിടെ നിന്ന് ഇത്ര നല്ല ഐഡിയ കിട്ടിയത്, ഇതെവിടെ നിന്ന് ഇത്ര നല്ല ആശയം കിട്ടിയത് എന്ന് ചോദിക്കുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം ഇത് എനിക്ക് കിട്ടിയ ആശയമൊന്നുമല്ല, എൻ്റെ കൺമുൻപിലേക്ക് നടന്നു വന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ഞാൻ വിചാരിച്ചത് അനി നിന്നെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നാണ്. ഞാൻ ആകെ പേടിച്ചു പോയി, ഞാൻ ആകെ വിഷമിച്ചു പോയി എന്ന് പറയുമ്പോൾ അനിയാണെങ്കിൽ നന്ദുവിനെ കെട്ടിപ്പിടിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയമാണെങ്കിൽ അനന്തപുരിയുടെ മുൻപിൽ വെച്ചാണ് അനി കെട്ടിപ്പിടിച്ചുകൊണ്ട് നന്ദുവിനെ തനിക്കിഷ്ടമാണെന്ന് എല്ലാവരുടെയും മുൻപിൽ വീണ്ടും പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം എല്ലാവരും ഞെട്ടിപ്പോവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ കൂട്ടുകാരെ, പ്രേക്ഷകർ.